TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സുവോളജി ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ 6ാമത്തെ ഭാഗം വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എൻസൈംസ് എന്ന ടോപ്പിക്കിൽ വരുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി, എൻസൈം ഇൻഹിബിഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് എൻസൈംസ്, കോഫാക്ടേഴ്സ്. ഈ ടോപ്പിക്കുകളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി ഡിസ്കസ് ചെയ്യാം. The activity of an enzyme can be affected by a change in the conditions which can alter the tertiary structure of the protein. പ്രോട്ടീൻ മോളിക്യൂളിന് ടെറിഷറി, പ്രൈമറി, സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഉണ്ടെന്നുള്ളതറിയാം. എല്ലാ എൻസൈംസും പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ്. എൻസൈംസ് അതിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നിർവഹിക്കപ്പെടണമെങ്കിൽ അതിനൊരു ടെറിഷറി സ്ട്രക്ചർ വേണം. എന്നാൽ മാത്രമേ ആക്റ്റീവ് സൈറ്റുകൾ ഫോം ചെയ്യുകയുള്ളൂ. The activity of an enzyme can be affected by change in the conditions which can alter the tertiary structure of protein. അപ്പോൾ പ്രോട്ടീനിൻ്റെ ഈ ഒരു 3-dimensional ടെറിഷറി സ്ട്രക്ചർ ആൾട്ടർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എൻസൈം ആക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ്? ദീസ് ഇൻക്ലൂഡ് ടെമ്പറേച്ചർ, pH, ചേഞ്ച് ഇൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ or binding of specific chemicals that regulate its activity. ഇപ്പോൾ ടെമ്പറേച്ചർ, pH, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ചേഞ്ച്, ചില കെമിക്കൽസ് വന്ന് ഈ എൻസൈംസിൽ ബൈൻഡ് ചെയ്യുന്നത്, ഇതെല്ലാം എൻസൈം ആക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് ടെമ്പറേച്ചറും pHഉം എൻസൈം ആക്ടിവിറ്റിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. Enzymes generally function in a narrow range of temperature and pH. ഇപ്പോൾ എൻസൈം അറിയാം, നമുക്ക് ബയോളജിക്കൽ ആക്ടിവിറ്റിയെ സ്പീഡപ്പ് ചെയ്യുന്ന കാറ്റലിസ്റ്റാണ്. നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു 40 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നാച്ചുറലായിട്ട് നമ്മുടെ എൻസൈംസിൻ്റെ എല്ലാ ആക്ടിവിറ്റി നന്നായിട്ട് നടക്കുന്ന ടെമ്പറേച്ചർ എന്ന്. അപ്പോൾ അതായത് ഒരു നാരോ റേഞ്ചാണ്. ഒരു 36, 37, 38, 39, 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഒരു നാരോ റേഞ്ചാണ്. എൻസൈം ജനറലി ഫംഗ്ഷൻ ഇൻ എ നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് pH. pHൻ്റെ കാര്യത്തിലും അതുപോലെ ഒരു നാരോ റേഞ്ചിലാണ് എൻസൈംസ് വർക്ക് ചെയ്യുന്നത്. Each enzyme shows its highest activity at a particular temperature and pH called the optimum temperature and optimum pH. അപ്പോൾ എൻസൈം ആക്ടിവിറ്റി അത് ഹയസ്റ്റ് കാണിക്കുന്ന ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് കാണാം. ഈ ഒരു pH അല്ലെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചർ, ആ ഒരു ടെമ്പറേച്ചറിലാണ് അതിൻ്റെ ഓപ്റ്റിമം ആക്ടിവിറ്റി കാണിക്കുന്നത്. എൻസൈം ഷോസ് ഇസ് ഹയസ്റ്റ് ആക്ടിവിറ്റി അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്നും ഓപ്റ്റിമം pH എന്നും വിളിക്കുന്നത്. pHനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു pH, അപ്പോൾ ആ ഒരു pH എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിൻ്റെ pH ആയിരിക്കും. അപ്പോൾ ആ ഒരു pHൽ ആയിരിക്കും എൻസൈം മാക്സിമം സ്പീഡിൽ വർക്ക് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഓപ്റ്റിമം pH എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ ഒരു ടെമ്പറേച്ചർ, ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ആ ഒരു pH കൂടുന്നതിനനുസരിച്ച് എൻസൈം ആക്ടിവിറ്റിയും കൂടുന്നു. അതൊരു ഓപ്റ്റിമം pHൽ എത്തുമ്പോൾ അത് സ്റ്റോപ്പാകുന്നു. പിന്നെ pH കൂട്ടിയാലും എൻസൈം ആക്ടിവിറ്റി കൂടുന്നില്ല, എൻസൈം ആക്ടിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എൻസൈം ആക്ടിവിറ്റി കൂടുന്നു, അതൊരു ഓപ്റ്റിമം ടെമ്പറേച്ചറിൽ എത്തുന്നു. പിന്നെ വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാലും എൻസൈം ആക്ടിവിറ്റി കൂടുന്നില്ല, കുറയുന്നു. ആക്ടിവിറ്റി ഡിക്ലൈൻസ് ബോത്ത് ബിലോ ആൻഡ് എബവ് ദ ഓപ്റ്റിമം വാല്യൂ. അപ്പോൾ ആ ഓപ്റ്റിമം വാല്യൂവിൻ്റെ കൂടുതലായാലും കുറവായാലും എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻ ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ലോ ടെമ്പറേച്ചർ പ്രിസർവ്സ് ദ എൻസൈം ഇൻ എ ടെമ്പററിലി ഇനാക്റ്റീവ് സ്റ്റേറ്റ്. ലോ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോഴത്തേക്കും എൻസൈം ആക്ടിവിറ്റി ഇനാക്റ്റീവ് സ്റ്റേറ്റിലേക്ക് പോകുന്നു, ടെമ്പററിലി ഇനാക്റ്റീവ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. എൻസൈംസ് ആ ഒരു 3-dimensional കോൺഫിഗറേഷനിൽ വന്നിട്ട് അതിന് ആക്റ്റീവ് സൈറ്റ് ഫോം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കോൺഫിഗറേഷൻ മാറുന്നത് കാരണം എൻസൈംസ് ലോ ടെമ്പറേച്ചറിൽ ഒരു ഇനാക്റ്റീവ് സ്റ്റേറ്റിലേക്ക് പോകും. എന്നാൽ ഹയർ ടെമ്പറേച്ചറിലേക്കാണ് പോകുന്നതെങ്കിൽ എൻസൈംസ് പ്രോട്ടീൻസ് ആയതുകൊണ്ട് പ്രോട്ടീൻസ് ഹയർ ടെമ്പറേച്ചറിൽ പോകുമ്പോൾ ഡീനാച്ചുവേർഡ് ബൈ ഹീറ്റ്. പ്രോട്ടീൻസിന് അതിൻ്റെ നാച്ചുറൽ നഷ്ടപ്പെടുന്നു. പ്രോട്ടീനേഷ്യസ് നാച്ചുറൽ നഷ്ടപ്പെട്ട് ചൂട് കൂടുമ്പോൾ ആ പ്രോട്ടീൻ നശിച്ചു പോകുന്നു.
high temperature destroys enzyme activity because proteins are denatured by heat. അപ്പോൾ ടെമ്പറേച്ചറും pHഉം എങ്ങനെയാണ് എൻസൈമാറ്റിക് ആക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കാണുമല്ലോ. pHഉം ടെമ്പറേച്ചറും ഓപ്റ്റിമം pHയിലും ഓപ്റ്റിമം ടെമ്പറേച്ചറിലും എൻസൈം ആക്ടിവിറ്റി മാക്സിമത്തിലേക്ക് വരുന്നു. പിന്നെ ഹയർ ടെമ്പറേച്ചറിൽ എൻസൈം ആക്ടിവിറ്റിയെ സംബന്ധിച്ച് പറയുമ്പോൾ എൻസൈംസ് പ്രോട്ടീൻസ് ആയതുകൊണ്ട് പ്രോട്ടീൻ ഡീനാച്ചുവേർഡ് ആയി പോകുന്നു, അതുകൊണ്ട് എൻസൈം ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നു. ലോ ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോഴാണെങ്കിൽ എൻസൈം ഇനാക്റ്റീവ് ആയി പോകുന്നു. ഇനി കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. സബ്സ്ട്രേറ്റ് മോളിക്യൂളിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് എൻസൈം ആക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. Concentration of substrate. With the increase in substrate concentration, the velocity of enzymatic reaction rises at first. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ഇവിടെ y ആക്സിസിൽ കാണിച്ചിട്ടുണ്ട്, സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ x ആക്സിസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സബ്സ്ട്രേറ്റ് മോളിക്യൂളിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച്, സബ്സ്ട്രേറ്റ് മോളിക്യൂളിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് എൻസൈമിൻ്റെ റിയാക്ഷൻ്റെ വേഗത എന്ത് ചെയ്യുന്നു നോക്കൂ. വെലോസിറ്റി ഓഫ് എൻസൈമാറ്റിക് റിയാക്ഷൻ ഇൻക്രീസസ്. അപ്പോൾ കോൺസെൻട്രേഷൻ, സബ്സ്ട്രേറ്റ് മോളിക്യൂളിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് എൻസൈമിൻ്റെ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ കൂടി ഒരു മാക്സിമത്തിലേക്ക് എത്തുന്നു. പിന്നെ ഫർദർ കോൺസെൻട്രേഷൻ കൂടിയാലും വെലോസിറ്റി കൂടുന്നില്ല. അപ്പോൾ ഈ ഒരു മാക്സിമം വെലോസിറ്റിയിലെത്തുന്നു. ആ മാക്സിമം വെലോസിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് Vmax. The reaction ultimately reaches a maximum velocity Vmax, which is not exceeded by any further rise in concentration of the substrate. അപ്പോൾ വീണ്ടും സബ്സ്ട്രേറ്റ് മോളിക്യൂളിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയതുകൊണ്ട് വെലോസിറ്റി കൂടുന്നില്ല. അപ്പോൾ ആ ഒരു മാക്സിമം വെലോസിറ്റിയെ Vmax എന്ന് വിളിക്കുന്നു. ആ മാക്സിമം വെലോസിറ്റിയുടെ പകുതി, ദാറ്റ് ഈസ് Vmax by 2. അതിനെ പ്രത്യേകിച്ച് ഒരു ടേം കൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്, ദാറ്റ് ഈസ് Km കോൺസ്റ്റൻറ്റ്. ആ മാക്സിമം വെലോസിറ്റിയുടെ പകുതിയാണ് Vmax by 2 എന്ന് വിളിക്കുന്നത്. ആ Vmax by 2 വെലോസിറ്റിയിൽ ഉള്ള സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ, ആ കോൺസെൻട്രേഷനെ ഒരു ടേം കൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്, ദാറ്റ് ഈസ് Km കോൺസ്റ്റൻറ്റ് എന്ന ടേം കൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കോൺസെൻട്രേഷൻ അഫക്റ്റ് ചെയ്യുന്നത് നോക്കൂ. എന്തുകൊണ്ടാണ് ഒരു മാക്സിമം വെലോസിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കോൺസെൻട്രേഷൻ കൂടിയാലും അതിനെ അഫക്റ്റ് ചെയ്യാത്തത് നോക്കിക്കേ. അപ്പോൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് എൻസൈം മോളിക്യൂളാണ്, ഇത് സബ്സ്ട്രേറ്റ് മോളിക്യൂളാണ്. അപ്പോൾ ഇവിടെ എൻസൈം മോളിക്യൂൾ രണ്ടെണ്ണം, ഇവിടെ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ രണ്ടെണ്ണം എൻസൈമുമായിട്ടിവിടെ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ എൻസൈമിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂട്ടുന്നു, അപ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യുന്നു, കൂടി വരുന്നു. എൻസൈം കോൺസെൻട്രേഷൻ, സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ, എൻസൈമിൻ്റെ കോൺസെൻട്രേഷൻ അല്ല, സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടുന്നു, അപ്പോൾ വീണ്ടും വെലോസിറ്റി കൂടുന്നു. വീണ്ടും ഇവിടെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടുന്നു. അടുത്ത് വീണ്ടും നമ്മൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടുന്നു. ഇവിടെ നോക്കൂ, സബ്സ്ട്രേറ്റ് കൂടുതലുണ്ട്, പക്ഷേ ഇവിടെ സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ഫ്രീ ആയിട്ടുള്ള എൻസൈം ഇല്ല. സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ഫ്രീ ആയിട്ടുള്ള എൻസൈം ഇല്ല. ഇവിടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും, ഇവിടെ എൻസൈമിൻ്റെ എണ്ണം കൂടുതലാണ്, സബ്സ്ട്രേറ്റിൻ്റെ എണ്ണം കുറവാണ്. എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കുറവാണ്. വീണ്ടും നമ്മൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടി, അപ്പോൾ വെലോസിറ്റി ഓഫ് റിയാക്ഷനും കൂടുന്നു. കാരണം എന്താണ്, എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യാൻ, സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ഇവിടെ ഫ്രീ ആയിട്ട് എൻസൈംസ് ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ സബ്സ്ട്രേറ്റിൻ്റെ എണ്ണം കൂട്ടുന്നു, പക്ഷേ ഇവിടെ ഫ്രീ ആയിട്ട് ബൈൻഡ് ചെയ്യാൻ എൻസൈം ഇല്ല. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ സ്ലോ ആകുന്നു. ഈ പിക്ചറിൽ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ സബ്സ്ട്രേറ്റിൻ്റെ എണ്ണം കൂടുതൽ, എൻസൈമിൻ്റെ എണ്ണം കുറവ്. അപ്പോൾ അതുകൊണ്ട് വേഗതയും കുറയും. This is because the enzyme molecules are fewer than the substrate molecule. Substrate moleculesനെക്കാളും കുറവാണ് enzyme molecules. And after saturation of these molecules, there are no free enzyme molecules to bind with the additional substrate molecule. ഒരു വീണ്ടും ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ എൻസൈം മോളിക്യൂൾ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനനുസരിച്ച് അറ്റ് ഫസ്റ്റ് റിയാക്ഷൻ്റെ വേഗത കൂടുകയും
ഒരു മാക്സിമം വെലോസിറ്റിയിലേക്ക് എത്തുകയും ചെയ്യുന്നു, Vmax വെലോസിറ്റിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാലും ഇറ്റ് വിൽ നോട്ട് അഫക്റ്റ് ദ വെലോസിറ്റി ഓഫ് ദ റിയാക്ഷൻ. വെലോസിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് എൻസൈം ഇൻഹിബിഷനെ കുറിച്ച് മനസ്സിലാക്കാം. എൻസൈം ഇൻഹിബിഷൻ എന്താണ്? എൻസൈം ഇൻഹിബിഷൻ. Activity of the enzyme is inhibited by the presence of certain specific chemicals which bind with the enzyme. ഇപ്പോൾ എൻസൈംസ് നമുക്കറിയാം, എൻസൈംസ് ബൈൻഡ് ചെയ്യേണ്ടത് സബ്സ്ട്രേറ്റ് മോളിക്യൂളുമാണ്. എന്നാൽ ചില കെമിക്കൽ റിയാക്ഷൻസിൽ ഈ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് വന്ന് ബൈൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് വേറെ ചില കെമിക്കൽസ് വന്ന് ബൈൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ബൈൻഡ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഇൻഹിബിറ്റേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷൻ സ്പീഡ് കുറയും, അല്ലെങ്കിൽ അത് തടസ്സപ്പെടും. ആക്ടിവിറ്റി ഓഫ് ദ എൻസൈം ഈസ് ഇൻഹിബിറ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് സർട്ടൻ സ്പെസിഫിക് കെമിക്കൽസ് വിച്ച് ബൈൻഡ് വിത്ത് ദ എൻസൈം. ദ പ്രോസസ് ഈസ് കാൾഡ് ഇൻഹിബിഷൻ ആൻഡ് കെമിക്കൽസ് ആർ കാൾഡ് ഇൻഹിബിറ്റേഴ്സ്. ആ പ്രോസസ്സിനെ ഇൻഹിബിഷൻ എന്നും അപ്പോൾ അതിനുവേണ്ടി നിൽക്കുന്ന ഈ മോളിക്യൂൾസിനെ ഇൻഹിബിറ്റേഴ്സ് എന്നും വിളിക്കുന്നു. When the inhibitor closely resembles the substrate in its molecular structure and inhibits the activity of the enzyme is known as competitive inhibition. ഇപ്പോൾ ഒരു നോർമൽ എൻസൈമാറ്റിക് റിയാക്ഷൻസിൽ എൻസൈം മോളിക്യൂൾ സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുകയും അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് പ്രോഡക്റ്റായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ചില സമയത്ത് ഈ റിയാക്ഷനിൽ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസുമായിട്ട് സ്ട്രക്ചറൽ സിമിലാരിറ്റിയുള്ള, രണ്ടും കാണാൻ ഏകദേശം ഒരുപോലെ ഇരിക്കും, ചെറിയ വ്യത്യാസം മാത്രം, സ്ട്രക്ചറൽ സിമിലാരിറ്റിയുള്ള മോളിക്യൂൾസ് ആ കെമിക്കൽ റിയാക്ഷൻസിൽ കടന്നു വരികയും ഈ സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് ഈ ഇൻഹിബിറ്റർ മോളിക്യൂൾ കയറി ബൈൻഡ് ചെയ്യും. എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യേണ്ടത് സബ്സ്ട്രേറ്റ് മോളിക്യൂളാണ്. എന്നാൽ സബ്സ്ട്രേറ്റ് മോളിക്യൂളുമായിട്ട് കെമിക്കലി സിമിലർ സ്ട്രക്ചറുള്ള, ചെറിയ വ്യത്യാസം മാത്രമുള്ള ഇൻഹിബിറ്റർ മോളിക്യൂള് ഇവിടെ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ബൈൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് ബൈൻഡ് ചെയ്തിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നതിന് പകരം എൻസൈം ഇൻഹിബിറ്റർ കോംപ്ലക്സ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ആ കെമിക്കൽ റിയാക്ഷന് ഇൻഹിബിറ്റ് ചെയ്യപ്പെടുന്നു. ഇൻഹിബിറ്റർ ബൈൻഡ്സ് ടു ദ ആക്റ്റീവ് സൈറ്റ്. അപ്പോൾ അങ്ങനെ ആക്റ്റീവ് സൈറ്റിനെ ബ്ലോക്ക് ആക്കുന്നു. അപ്പോൾ അത് കാരണം എൻസൈം റിയാക്ഷൻ നടക്കുന്നില്ല. Due to the similarity, the inhibitor competes with the substrate for the substrate binding site of the enzyme. ഇപ്പോൾ ഈ രണ്ടിൻ്റെയും പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ ആക്റ്റീവ് സൈറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാൻ സബ്സ്ട്രേറ്റ് മോളിക്യൂളും ഇൻഹിബിറ്റർ മോളിക്യൂളും മത്സരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഒരു കോമ്പറ്റീഷൻ അവിടെ വരും. Due to the similarity, the inhibitor competes with the substrate for the substrate binding site of the enzyme. Consequently, the substrate cannot bind. As a result, the enzyme action declines. അപ്പോൾ സബ്സ്ട്രേറ്റ് മോളിക്യൂളിന് ബൈൻഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? എൻസൈം ആക്ഷൻ അവിടെ ഡിക്ലൈൻ ചെയ്യും, സ്പീഡ് കുറയും. അപ്പോൾ അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻഹിബിഷൻ ഓഫ് സക്സിനിക് ഡീഹൈഡ്രോജനേസ് ബൈ മാലോണൈറ്റ് വിച്ച് ക്ലോസ്ലി റിസംബിൾസ് ദ സബ്സ്ട്രേറ്റ് സക്സിനേറ്റ് ഇൻ സ്ട്രക്ചർ. പടത്തിൽ നോക്കാം നമുക്ക്. ഇവിടെ ഒരു എൻസൈം കാണിച്ചിട്ടുണ്ട്. എൻസൈമിൻ്റെ പേരാണ് സക്സിനിക് ഡീഹൈഡ്രോജനേസ് എൻസൈം. ഈ സക്സിനിക് ഡീഹൈഡ്രോജനേസ് എൻസൈം ആക്ട് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത് സക്സിനേറ്റ് ആണ്. സക്സിനേറ്റ് എന്ന് പറയുന്ന സബ്സ്ട്രേറ്റ് മോളിക്യൂളാണ് ആക്ട് ചെയ്യുന്നത്. സക്സിനേറ്റ് മോളിക്യൂളിനെ അത് മറ്റൊരു മോളിക്യൂളായിട്ട് മാറ്റുന്ന ഒരു റിയാക്ഷൻ, അതിന് സഹായിക്കുന്ന എൻസൈമാണ് സക്സിനിക് ഡീഹൈഡ്രോജനേസ് എൻസൈം. അപ്പോൾ ഈ ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂളുമായിട്ട് കെമിക്കലി സ്ട്രക്ചറലി സിമിലാരിറ്റി ഉള്ള മറ്റൊരു മോളിക്യൂളാണ് മാലോണേറ്റ്. ഈ മാലോണേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ റിയാക്ഷൻ്റെ ഒരു പ്രോഡക്റ്റാണ്. സക്സിനിക് ഡീഹൈഡ്രോജനേസ് സക്സിനേറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സക്സിനിക് ആസിഡ് എന്ന് പറയുന്ന മോളിക്യൂളിനെ കൺവേർട്ട് ചെയ്തിട്ട് മലോണിക് ആസിഡായിട്ട് മാറ്റും, അല്ലെങ്കിൽ മാലോണേറ്റ് ആയിട്ട് മാറ്റും. അപ്പോൾ സക്സിനേറ്റിന് മാലോണേറ്റ് ആയിട്ട് മാറ്റുന്ന എൻസൈമാണ് സക്സിനിക് ഡീഹൈഡ്രോജനേസ്.
അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ സക്സിനേറ്റുമായിട്ട് സ്ട്രക്ചറലി സിമിലാരിറ്റി ഉള്ളതാണ് മാലോണേറ്റ്. അപ്പോൾ അറ്റ് ഫസ്റ്റിൽ കെമിക്കൽ റിയാക്ഷൻ സ്പീഡായിട്ട് നടക്കുകയും പിന്നെ ഇത് സ്പീഡ് കുറയുകയും ചെയ്യുന്നതാണ് കാണുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഈ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആയിട്ടുള്ള മാലോണേറ്റ് മോളിക്യൂള് ഈ സക്സിനേറ്റ് ചെന്നിരിക്കേണ്ട ആക്റ്റീവ് സൈറ്റിൽ പോയിരിക്കും. സക്സിനിക് ഡീഹൈഡ്രോജിനേസ് സക്സിനേറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതിന് പകരം മാലോണേറ്റുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ ഇവിടെ മാലോണേറ്റ് അതൊരു ഇൻഹിബിറ്ററായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു കോമ്പറ്റീഷൻ വരികയാണ്. സക്സിനേറ്റും മാലോണേറ്റും തമ്മിലൊരു കോമ്പറ്റീഷൻ വരികയാണ്. ഇതിനുള്ള കോമ്പറ്റീഷനാണ് സക്സിനിക് ഡീഹൈഡ്രോജിനേസ് എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കോമ്പറ്റീഷൻ. ഇപ്പോൾ സക്സിനേറ്റ് പോയി ബൈൻഡ് ചെയ്താൽ മാത്രമേ അത് കെമിക്കൽ റിയാക്ഷൻ നടക്കുകയുള്ളൂ. മാലോണേറ്റ് പോയി ബൈൻഡ് ചെയ്യുമ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷൻ അവിടെ ഇൻഹിബിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇത് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ഒരു എക്സാമ്പിളാണ്. Inhibition of a succinic dehydrogenase by malonate, which closely resembles the substrate succinate in structure. Such competitive inhibitors are often used in the control of bacterial pathogens. അപ്പോൾ ബാക്ടീരിയയെ നശിപ്പിക്കുവാനുള്ള മരുന്നുകളായിട്ട് ഡ്രഗ്സുകളായിട്ട് ഈ രീതിയിലുള്ള കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ കെമിക്കൽസിനെ ഉപയോഗിക്കാറുണ്ട്. Such competitive inhibitors are often used in the control of bacterial pathogens. Now we can discuss about classification and nomenclature of enzymes. എൻസൈംസിൻ്റെ ക്ലാസിഫിക്കേഷനും അവയുടെ നാമകരണവും സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. Enzymes have been classified into different groups based on the type of reactions they catalyze. എൻസൈംസിനെ കാറ്റലൈസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് കെമിക്കൽ റിയാക്ഷനെയാണ് അത് കാറ്റലൈസ് ചെയ്യുന്നത് എന്നുള്ള രീതി വെച്ചിട്ടാണ് എൻസൈമിനെ 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എൻസൈംസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 6 ക്ലാസസ്. വാട്ട് ആർ ദേ? ഓക്സിഡോ റിഡക്റ്റേസസ്, ട്രാൻസ്ഫറേസസ്, ഹൈഡ്രോളേസസ്, ലയേസസ്, ഐസോമെറേസസ്, ലിഗേസസ്. വാട്ട് ആർ ദ 6 ക്ലാസസ്? ഓക്സിഡോ റിഡക്റ്റേസസ്, ട്രാൻസ്ഫറേസസ്, ഹൈഡ്രോളേസസ്, ലയേസസ്, ഐസോമെറേസസ്, ലിഗേസസ്. അപ്പം ഇങ്ങനെ 6 ക്ലാസ്സുകളായിട്ട് അവ ഏത് കെമിക്കൽ റിയാക്ഷനെയാണോ കാറ്റലൈസ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്ത് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ വിഭാഗത്തിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ്, ഓക്സിഡോ റിഡക്റ്റേസസ് ഓർ ഡീഹൈഡ്രോജിനേസസ്. എൻസൈംസ് വിച്ച് കാറ്റലൈസസ് oxido reduction between two substrate S and S dash. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എസ് എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂൾ അത് റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്. അത് എസ് ഡാഷ് എന്ന് പറയുന്ന മറ്റൊരു സബ്സ്ട്രേറ്റ് മോളിക്യൂൾ അത് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഈ ഒരു 2 സബ്സ്ട്രേറ്റ് മോളിക്യൂളിനെയും കൂടെ കാറ്റലൈസ് ചെയ്യുന്ന ഒരു ഓക്സിഡോ റിഡക്റ്റേസസ് അല്ലെങ്കിൽ ഡീഹൈഡ്രോജിനേസസ് എൻസൈമിൻ്റെ പ്രസൻസിൽ റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലിരിക്കുന്ന എസ് എന്ന് പറയുന്ന സബ്സ്ട്രേറ്റ് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. എസ് ഡാഷ് എന്ന് പറയുന്ന ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന സബ്സ്ട്രേറ്റ് മോളിക്യൂള് റെഡ്യൂസ് ചെയ്ത സ്റ്റേറ്റിലേക്ക് മാറുന്നു. ഈ രീതിയിൽ ഓക്സിഡോ റിഡക്റ്റേസസ് അല്ലെങ്കിൽ ഡീഹൈഡ്രോജിനേസസ് എൻസൈംസ് ആക്ട് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ പൈറുവേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ലാക്റ്റേറ്റ്. In the presence of the enzyme lactate dehydrogenase enzyme. അപ്പോൾ ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ പൈറുവേറ്റ് ലാക്റ്റേറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലിരുന്ന സാധനം ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. ഓക്സിഡോ റിഡക്റ്റേസസ് അല്ലെങ്കിൽ ഡീഹൈഡ്രോജിനേസസ് എന്ന് പറയുന്ന എൻസൈംസ് ജനറലി അവ എന്താണ് കാറ്റലൈസ് ചെയ്യുന്നത്? ഓക്സിഡോ റിഡക്ഷൻ ബിറ്റ്വീൻ 2 സബ്സ്ട്രേറ്റ്. ഒരു സബ്സ്ട്രേറ്റ് റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലിരുന്ന സബ്സ്ട്രേറ്റ് അത് റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്നു. ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലിരുന്ന സബ്സ്ട്രേറ്റ് മോളിക്യൂൾ അത് പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഓക്സിഡോ റിഡക്റ്റേസസ് ഓർ ഡീഹൈഡ്രോജിനേസസ്. ഈ രണ്ടാമത്തെ കാറ്റഗറിയാണ് ട്രാൻസ്ഫറേസസ്. എൻസൈംസ് കാറ്റലൈസിങ് എ ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ് G other than hydrogen between a pair of substrate S and S dash. എക്സാമ്പിൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എസ് എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂള്, അപ്പോൾ അതിൽ G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്.
അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇനി എസ് ഡാഷ് എന്ന് പറയുന്ന മറ്റൊരു സബ്സ്ട്രേറ്റ് മോളിക്യൂളും കൂടിയുണ്ട്. അപ്പോൾ ഈ രണ്ട് സബ്സ്ട്രേറ്റ് മോളിക്യൂളും ട്രാൻസ്ഫറേസ് എൻസൈംസിൻ്റെ പ്രസൻസിൽ എന്താ സംഭവിക്കുക, ജി എന്ന് പറയുന്ന എസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരുന്ന ഗ്രൂപ്പ് കെമിക്കൽ റിയാക്ഷൻ കഴിയുമ്പോൾ അത് എസ് ഡാഷിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആകുന്നു. എസിൽ നിന്നും ട്രാൻസ്ഫർ ആയിട്ട് എസ് ഡാഷിലേക്ക് അത് അറ്റാച്ച് ആകുന്നു. എൻസൈംസ് കാറ്റലൈസിങ് എ ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ് ജി അതർ ദാൻ ഹൈഡ്രജൻ ആറ്റം ആകാൻ പാടില്ല ബിറ്റ്വീൻ എ പെയർ ഓഫ് സബ്സ്ട്രേറ്റ് എസ് ആൻഡ് എസ് ഡാഷ്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് പരിശോധിക്കാം. ഇവിടെ അസ്പാർട്ടേറ്റ് എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂളും ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് എന്ന് പറയുന്ന മറ്റൊരു സബ്സ്ട്രേറ്റ് മോളിക്യൂളും. അപ്പോൾ ഈ ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂളിൽ അസ്പാർട്ടേറ്റിൽ ഇവിടെ ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്. ഈ അമിനോ ഗ്രൂപ്പിനെ ഈ ട്രാൻസ്ഫറേസ് എൻസൈം അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ് എൻസൈം ആ എൻസൈംസ് ഇതിൽ നിന്നും മാറ്റി ഇതിലേക്ക് കൊണ്ടുവരുന്നു. അസ്പാർട്ടേറ്റിൽ നിന്നും മാറ്റി ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ അസ്പാർട്ടേറ്റിൽ നിന്ന് മാറുമ്പോൾ ആ അമിനോ ഗ്രൂപ്പ് മാറിക്കഴിയുമ്പോൾ അത് ഓക്സാലോ അസറ്റേറ്റ് ആയിട്ട് മാറുന്നു. ഇനിതാ ഇവിടെ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റിന് ആ അമിനോ ഗ്രൂപ്പ് കിട്ടിക്കഴിയുമ്പോൾ അത് ഗ്ലൂട്ടാമേറ്റ് ആയിട്ട് മാറുന്നു. അപ്പം അങ്ങനെ ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ മറ്റൊരു സബ്സ്ട്രേറ്റ് മോളിക്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻസൈം. ഇപ്പോൾ ട്രാൻസ്ഫറേസസിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ ഈ എൻസൈംസിൻ്റെ പ്രസൻസിൽ ഒരു ഗ്രൂപ്പിനെ ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂളിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തിട്ട് മറ്റൊരു സബ്സ്ട്രേറ്റ് മോളിക്യൂളിലേക്ക് മാറ്റുന്നു. ആ രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം കാറ്റഗറിയാണ് ട്രാൻസ്ഫറേസസ്. ഇനി അടുത്ത കാറ്റഗറി, മൂന്നാമത്തെ കാറ്റഗറിയാണ് ഹൈഡ്രോളൈസസ് എൻസൈം. എൻസൈംസ് കാറ്റലൈസിങ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ, ഈതർ, പെപ്റ്റൈഡ്, ഗ്ലൈക്കോസിഡിക്, കാർബൺ ഹാലൈഡ്, ഫോസ്ഫറസ് നൈട്രജൻ ബോൺസ്. ഇത്തരം ബോൺസുകളെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന എൻസൈംസിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളൈസസ്. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കാണാം. അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂള്, അസറ്റൈൽ കോളൈൻ എസ്റ്ററേസ് എന്ന് പറയുന്ന ഒരു എൻസൈം അവിടുത്തെ എസ്റ്റർ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിനെ അസറ്റേറ്റും കൊളൈനും ആക്കി മാറ്റുന്നു. അപ്പോൾ ഈ രീതിയിൽ ബോണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് എൻസൈംസ് കാറ്റലൈസിങ് ഏതൊക്കെ ബോണ്ടുകളാണ്, എസ്റ്റർ ബോണ്ട്, ഈതർ ബോണ്ട്, പെപ്റ്റൈഡ് ബോണ്ട്, ഗ്ലൈക്കോസിഡിക് ബോണ്ട്, കാർബൺ ബോണ്ട്, കാർബൺ ഹാലൈഡ് ബോണ്ട്, ഫോസ്ഫറസ് നൈട്രജൻ ബോണ്ട്സ്, ഇവയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കെമിക്കൽ ബോണ്ടിനെ ഹൈഡ്രോളിസിസ് വഴി ബ്രേക്ക് ചെയ്യുന്ന എൻസൈം കാറ്റഗറിയെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളൈസസ്. ഇനി അടുത്ത കാറ്റഗറിയാണ് ലയേസസ്. എൻസൈംസ് ദാറ്റ് കാറ്റലൈസ് റിമൂവൽ ഓഫ് ഗ്രൂപ്പ് ഫ്രം സബ്സ്ട്രേറ്റ് ബൈ മെക്കാനിസം അതർ ദാൻ ഹൈഡ്രോളിസിസ് ലീവിങ് ഡബിൾ ബോണ്ട്സ്. അപ്പോൾ നേരത്തെ ഹൈഡ്രോളിസിസ് വഴിയാണ് മാറ്റുന്നത് നമ്മൾ കണ്ടത്. ഇത് ഹൈഡ്രോളിസിസ് വഴി അല്ലാതെ ഒരു ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് നോക്കൂ. ഇവിടെ എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പ് ഇവിടെ ഈ ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂളിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലയേസസ് എൻസൈമിൻ്റെ പ്രസൻസിൽ അതിൻ്റെ കാറ്റലിറ്റിക് ആക്ഷൻ വഴി ഈ രണ്ട് ഗ്രൂപ്പും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ഒരു എക്സാമ്പിൾ നമ്മളിവിടെ പരിശോധിക്കുകയാണെങ്കിൽ പൈറുവേറ്റ് എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂള്, അവിടെ പൈറുവേറ്റ് ഡീകാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈംസിൻ്റെ പ്രശ്നം. ഡീകാർബോക്സിലേസ് എൻസൈം എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്ന എൻസൈംസ് ആണ്. അപ്പോൾ പൈറുവേറ്റ് ഡീകാർബോക്സിലേസ് എൻസൈം അതിനെ അസറ്റാൽഡിഹൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റുന്നു. അപ്പോൾ ഈ രീതിയിൽ ഹൈഡ്രോളിസിസ് മുഖേന അല്ലാതെ ആ റിയാക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ ഡബിൾ ബോണ്ട് ഫോർമേഷൻ ഉണ്ടാകും. ആ രീതിയിൽ രണ്ട് മോളിക്യൂൾസായിട്ട് മാറ്റുന്ന ആ പ്രോസസ്സ് നടത്തുന്ന കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം കാറ്റഗറിയെ വിളിക്കുന്ന പേരാണ് ലയേസസ്. എൻസൈംസ് ദാറ്റ് കാറ്റലൈസ് റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ് ഫ്രം സബ്സ്ട്രേറ്റ് ബൈ മെക്കാനിസംസ് അതർ ദാൻ ഹൈഡ്രോളിസിസ് ലീവിങ് ഡബിൾ ബോണ്ട്സ്. ഇനി അഞ്ചാമത്തെ കാറ്റഗറിയാണ് ഐസോമെറേസസ്. includes all enzymes catalyzing interconversion of optical, geometric or positional isomers. അപ്പോൾ ഐസോമറിസത്തിൻ്റെ ഡിഫറൻറ്റ് ഫോംസ് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഓപ്റ്റിക്കൽ ഐസോമേഴ്സ്, ജിയോമെട്രിക്കൽ ഐസോമേഴ്സ്, പൊസിഷണൽ ഐസോമേഴ്സ്. അപ്പോൾ ഈ രീതിയിൽ ഏത് രീതിയിലുള്ള കൺവേർഷൻ ആയാലും ചെയ്യുന്ന എൻസൈംസിനെ വിളിക്കുന്ന പേരാണ് ഐസോമെറൈസസ്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്കിവിടെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്
കൺവേർട്ട് ചെയ്തിട്ട് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കുന്ന എൻസൈമാണ് ഫോസ്ഫോ ഹെക്സോസ് ഐസോമറേസ് എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ ഒരു മോളിക്യൂളിനെ അതിൻ്റെ മറ്റൊരു ഐസോമറാക്കി മാറ്റുന്നു. ആ രീതിയിൽ കൺവേർട്ട് ചെയ്യുന്ന എൻസൈം കാറ്റഗറിയെ വിളിക്കുന്ന പേരാണ് ഐസോമറേസസ്. ഇൻക്ലൂഡ്സ് ഓൾ എൻസൈംസ് കാറ്റലൈസിങ് ഇന്റർ കൺവേർഷൻ ഓഫ് ഓപ്റ്റിക്കൽ, ജോമെട്രിക്കൽ ഓർ പൊസിഷണൽ ഐസോമേഴ്സ്. ഇനി ലാസ്റ്റ് കാറ്റഗറിയാണ് ലിഗേസസ്. എൻസൈംസ് കാറ്റലൈസിങ് ദ ലിങ്കിങ് ടുഗദർ ഓഫ് ടു കോമ്പൗണ്ട്സ്. രണ്ട് കോമ്പൗണ്ടിനെ തങ്ങളിൽ പരസ്പരം ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈംസ്. Example, enzymes which catalyze joining of carbon oxygen, carbon sulfur, carbon nitrogen, phosphorus oxygen, etc. bonds. അപ്പോൾ ഈ രീതിയിലുള്ള ബോണ്ടുകളെ തങ്ങളിൽ ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം കാറ്റഗറിയെ വിളിക്കുന്ന പേരാണ് ലിഗേസസ്. അപ്പോൾ ലിഗേസസ് എൻസൈംസിൻ്റെ സഹായത്താലാണ് നമ്മൾ ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് DNA പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ന്യൂക്ലിയോടൈഡുകളെ തങ്ങളിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന കെമിക്കൽ ബോണ്ടാണ് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. അപ്പോൾ ഈ ഫോസ്ഫോ എസ്റ്റർ ബോണ്ടിൻ്റെ ഫോർമേഷന് സഹായിക്കുന്ന എൻസൈമാണ് DNA ലിഗേസസ്. അപ്പോൾ DNA ലിഗേസസ് എൻസൈംസ് DNA സ്റ്റാൻഡുകളെ തങ്ങളിൽ പരസ്പരം ജോയിൻ ചെയ്യിപ്പിക്കാൻ, ഒട്ടിക്കാൻ, ബയോളജിക്കൽ ഗം എന്ന് നമ്മൾ DNA ലിഗേസസിനെ വിശേഷിപ്പിക്കാറുണ്ട്. ആ രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻസിന് സഹായിക്കുന്ന എൻസൈംസാണ് DNA ലിഗേസസ്. അടുത്ത ടോപ്പിക്ക് നോക്കാം, കോഫാക്ടേഴ്സ്. എന്താണ് കോഫാക്ടേഴ്സ്? Enzymes are composed of one or several polypeptide chains. അപ്പോൾ എൻസൈംസ് പ്രോട്ടീൻസ് ആണെന്നറിയാം. ആ പ്രോട്ടീൻ മോളിക്യൂൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നിലധികമോ പോളിപെപ്റ്റൈഡ് ചെയിനുകൾ ഉണ്ടാകാം. However, there are a number of cases in which non-protein constituents called cofactors are bound to the enzyme to make the enzyme catalytically active. ഇപ്പോൾ എൻസൈംസ് പ്രോട്ടീൻസ് ആണെന്ന് പറഞ്ഞു. എന്നാൽ ധാരാളം എൻസൈംസിൽ പ്രോട്ടീൻ അല്ലാത്ത ചില പോർഷൻസും കാണാറുണ്ട്. ആ പോർഷൻസിനെ വിളിക്കുന്ന പേരാണ് കോഫാക്ടേഴ്സ്. ഇപ്പോൾ എൻസൈംസിൻ്റെ അതിനെ കാറ്റലിറ്റിക്കൽ ആക്ടിവിറ്റി പൂർണ്ണമായിട്ടും കിട്ടണമെങ്കിൽ ആ എൻസൈംസുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഈ മോളിക്യൂൾസ് കാണേണ്ടതുണ്ട്. ആ മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് കോഫാക്ടേഴ്സ്. ദ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻസൈം ഈസ് കാൾഡ് അപ്പോ എൻസൈം. The non-protein parts associated with the enzymes are called cofactors. ഇപ്പോൾ കോഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എൻസൈംസിൽ കാണുന്ന പ്രോട്ടീൻ അല്ലാത്ത ഭാഗം, അതിനെ വിളിക്കുന്ന പേരാണ് കോഫാക്ടേഴ്സ്. അപ്പോൾ പ്രോട്ടീൻ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പോ എൻസൈം എന്ന് വിളിക്കും. ആ അപ്പോ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന നോൺ പ്രോട്ടീൻ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് കോ എൻസൈംസ്, കോഫാക്ടേഴ്സ്. കോഫാക്ടറിന് എക്സാമ്പിളാണ് കോഎൻസൈം. അപ്പോൾ ആ നോൺ പ്രോട്ടീൻ പോർഷനെ വിളിക്കുന്ന പേരാണ് കോഫാക്ടർ. അപ്പോൾ ഒരു പ്രോട്ടീന്, ഒരു എൻസൈമിന് അതിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി പൂർണ്ണമായിട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീൻ പോർഷൻ മാത്രം പോരാ, നോൺ പ്രോട്ടീൻ പോർഷനും അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തുണ്ടാകണം. പ്രോട്ടീൻ പോർഷനെ വിളിക്കുന്ന പേരാണ് അപ്പോ എൻസൈം എന്നും നോൺ പ്രോട്ടീൻ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് കോഫാക്ടേഴ്സ് എന്നും വിളിക്കും. അപ്പോൾ എൻസൈം കോഫാക്ടറും കൂടെ ചേരുമ്പോൾ വരുന്ന ഒരു ടേമാണ് ഹോളോ എൻസൈം. അപ്പോൾ എൻസൈം പ്ലസ് കോഫാക്ടർ ഗീവ്സ് ഹോളോ എൻസൈം. ഇനി എന്തൊക്കെയാണ് നോൺ പ്രോട്ടീൻ പാർട്ടിൽ വരുന്നത് നോക്കാം. ദ കോഫാക്ടേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോ എൻസൈംസ്, മെറ്റൽ അയോൺസ്. അപ്പോൾ നോൺ പ്രോട്ടീൻ പോർഷനിൽ വരുന്ന മോളിക്യൂൾസ് എന്ന് വരുന്ന 3 കാറ്റഗറിയിൽ വരുന്ന മോളിക്യൂൾസ് ആണ്. ഒന്ന് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ്, കോ എൻസൈംസ്, മെറ്റൽ അയോൺസ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ദാറ്റ് ആർ ടൈറ്റ്ലി ബൗണ്ട് ടു ദ അപ്പോ എൻസൈം. അപ്പോ എൻസൈമുമായിട്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ള കോഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ്. Prosthetic groups are organic compounds that are tightly bound to the apo enzyme. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ദ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഹീം. പിക്ചറിൽ നമുക്ക് കാണാം, ഇതിൻ്റെ സ്ട്രക്ചറൽ കോൺഫിഗറേഷൻ കാണാം. ഹീം എന്ന് പറയുന്ന മോളിക്യൂൾ, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ എൻസൈം പെറോക്സിഡേസ് ആൻഡ് കാറ്റലേസ്. പെറോക്സിഡേസ് എന്ന് പറയുന്ന എൻസൈമിലും കാറ്റലേസ് എന്ന് പറയുന്ന എൻസൈംസിലെയും ഒരു കോഫാക്ടറാണ് ഹീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹീം എന്ന് പറയുന്ന പോർഷൻ ഈ
പെറോക്സിഡേസും കാറ്റലേസുമായിട്ട് നല്ല ടൈറ്റായിട്ട് കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നതായിരിക്കും. അങ്ങനെ ടൈറ്റായിട്ട് കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു പെറോക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഡിവൈഡ് ചെയ്തിട്ട് വാട്ടറും ഓക്സിജനും ആക്കി മാറ്റുന്ന എൻസൈമാണ് പെറോക്സിഡേസ്. അപ്പോൾ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പെറോക്സിഡേസ് എൻസൈമിൻ്റെ കൂടെ അതിൻ്റെ നോൺ പ്രോട്ടീൻ പാർട്ടായ ഹീം പോർഷനും കൂടെ ഉണ്ടാകണം. അപ്പോൾ അതിൻ്റെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പായിട്ട് ഹീം പോർഷൻ ഉണ്ടാവണം. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ദാറ്റ് ആർ ടൈറ്റ്ലി ബൗണ്ട് ടു ദ അപ്പോ എൻസൈം. Example, the prosthetic group heme is a part of the enzyme peroxidase and catalase, which catalyze the breakdown of hydrogen peroxide to water and oxygen. ഇനി അടുത്ത കാറ്റഗറിയാണ് കോ എൻസൈംസ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് നേരത്തെ പറഞ്ഞു എൻസൈമുമായിട്ട് നല്ല ടൈറ്റായിട്ട് കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നതാണ്. എന്നാൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് വിച്ച് ആർ നോട്ട് ഫേംലി ബൗണ്ട് ടു ദ അപ്പോ എൻസൈംസ് ആർ കാൾഡ് കോ എൻസൈംസ്. Many coenzymes are vitamins. അപ്പോൾ ടൈറ്റായിട്ട് കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നുവെങ്കിൽ അത് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. എന്നാൽ ടൈറ്റ് അല്ലാത്ത രീതിയിൽ ചെറിയ രീതിയിലുള്ള കെമിക്കൽ ബോണ്ടിങ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ കോ എൻസൈംസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കോ എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് മിക്കവാറും വൈറ്റമിൻസ് ആണ്. അപ്പോൾ എൻസൈം എന്ന് പറയുന്നത് പ്രോട്ടീൻ പോർഷനാണ് അറിയാം. കോ ഫാക്ടറായിട്ട് വൈറ്റമിൻസ് ആക്ട് ചെയ്യുന്നുണ്ട്, കോ എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. മെനി കോ എൻസൈംസ് ആർ വൈറ്റമിൻസ്. ഒരുപാട് കോ എൻസൈംസും വൈറ്റമിൻസ് ആണ്. അതിന് എക്സാമ്പിൾ NADP കോ എൻസൈം നിക്കോട്ടിനമൈഡ് അഡിനൈൻ ഡൈന്യൂക്ലിയോടൈഡ്. നിക്കോട്ടിനമൈഡ് അഡിനൈൻ ഡൈന്യൂക്ലിയോടൈഡ്. ഡൈന്യൂക്ലിയോടൈഡ് 2 ന്യൂക്ലിയോടൈഡുകൾ ചേർന്ന മോളിക്യൂളാണ്. നിക്കോട്ടിനമൈഡ് അഡിനൈൻ ഡൈന്യൂക്ലിയോടൈഡ്. പിന്നെ അതിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ചേരുമ്പോൾ കിട്ടുന്നതാണ് നിക്കോട്ടിനമൈൻ അഡിനൈൻ ഡൈന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ്. ഈ രണ്ട് മോളിക്യൂളും കണ്ടെയ്ൻ ദ വൈറ്റമിൻ നിയാസിൻ. ഇത് രണ്ടും കോ എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ആ കോ എൻസൈമിൽ നിയാസിൻ എന്ന് പറയുന്ന വൈറ്റമിൻ മോളിക്യൂൾ അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത കാറ്റഗറിയാണ് മെറ്റൽ അയോൺസ്. എ നമ്പർ ഓഫ് എൻസൈംസ് റിക്വയർ മെറ്റൽ അയോൺസ് ഫോർ ദെയർ ആക്ടിവിറ്റി. മെറ്റൽ അയോൺസ് ഫോം കോർഡിനേഷൻ ബോണ്ട്സ് വിത്ത് സൈഡ് ചെയിൻസ് അറ്റ് ദ ആക്റ്റീവ് സൈറ്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഫോം 1 or more കോർഡിനേഷൻ ബോണ്ട് വിത്ത് ദ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. അപ്പോൾ ഒരുപാട് മെറ്റൽ അയോൺസുകളും ഈ പറഞ്ഞതുപോലെ കോ ഫാക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. മെറ്റൽ അയോൺസ് ഈ എൻസൈംസുമായിട്ട് കോർഡിനേഷൻ ബോണ്ടിൽ ഏർപ്പെടാറുണ്ട്. മെറ്റൽ അയോൺസ് ഇവിടെ ഒരു മെറ്റൽ അയോണിനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈംസിൽ ഒരു കോ ഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഈ മെറ്റൽ അയോൺ സിങ്ക്. മെറ്റൽ അയോൺ ഫോം കോർഡിനേഷൻ ബോണ്ട് വിത്ത് സൈഡ് ചെയിൻസ് അറ്റ് ദ ആക്റ്റീവ് സൈറ്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഫോം 1 or more കോർഡിനേഷൻ ബോണ്ട് വിത്ത് ദ സബ്സ്ട്രേറ്റ്. അപ്പോൾ ഇത് ആക്റ്റീവ് സൈറ്റിലും കോർഡിനേഷൻ ബോണ്ട് ഫോം ചെയ്ത് കാണാറുണ്ട്. അതുപോലെ സബ്സ്ട്രേറ്റ് മോളിക്യൂളുമായിട്ടും കോർഡിനേഷൻ ബോണ്ട് ഇത് ഫോം ചെയ്ത് കാണാറുണ്ട്. എക്സാമ്പിളാണ് സിങ്ക്. സിങ്ക് ഈസ് എ കോ ഫാക്ടർ ഫോർ ദ പ്രോട്ടിയോലൈറ്റിക് എൻസൈം കാർബോക്സി പെപ്റ്റിഡേസ്. Catalytic activity is lost when the cofactor is removed from the enzyme. എൻസൈമിൽ നിന്നും ഈ കോഫാക്ടർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. അപ്പോൾ സിങ്ക് എന്ന് പറയുന്നത് ഒരു കോഫാക്ടറാണ്. അപ്പോൾ അത് മെറ്റൽ അയോൺസിൻ്റെ കാറ്റഗറിയിൽ വരുന്നു. ഈ ഒരു എൻസൈം നന്നായിട്ട് അതിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നിർവഹിക്കപ്പെടണമെങ്കിൽ മെറ്റൽ അയോൺസിൻ്റെ പ്രസൻസും ഇവിടെ ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബയോമോളിക്യൂൾസ് എന്ന അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. For video lessons, please subscribe to LBS Biology classes. Thank you.